കർണാടകയിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായി ഡി.കെ. ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള പിടിവലി നടന്നുകൊണ്ടിരിക്കെ ഇപ്പോഴിതാ മറ്റൊരു ട്വിസ്റ്റ്. മൂന്നാമതൊരാളുടെ പേര് കൂടി ഉയർന്നു കേൾക്കുകയാണ് ഇപ്പോൾ. ഡി.കെ. ശിവകുമാറിന് വേണ്ടി ഒരു വിഭാഗം എം.എൽ.എമാരും പ്രവർത്തകരും ആവശ്യമുന്നയിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. അതേസമയം കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം ഡി.കെ. ശിവകുമാറിനായി പൂജകൾ നടത്തി. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരു മാറ്റം വരില്ലെന്ന നിലപാടിലാണ് നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഡി.കെ. ശിവകുമാറും സിദ്ധരാമയ്യയും കൂടാതെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ പേരാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഒരു ദളിത് മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെന്ന് അദ്ദേഹം സൂചനകൾ നൽകിയിരുന്നു. നേതൃമാറ്റത്തെക്കുറിച്ച് ആവശ്യമെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ച ശേഷം AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ തീരുമാനിക്കുമെന്നും പരമേശ്വര ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളുമായി ഹൈക്കമാൻഡ് ബന്ധപ്പെട്ടിട്ടില്ലെന്നും പരമേശ്വര മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാന കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ലെന്ന പ്രതികരണമാണ് ഖാർഗെയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച നടത്തി തൊട്ടടുത്ത ദിവസമായിരുന്നു ഈ പ്രതികരണം. അതിനിടയിൽ ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ഹൈക്കമാൻഡുമായി ചർച്ച നടത്താൻ ഡൽഹിയിലേക്ക് തിരിച്ചിരുന്നു. കർണാടകയിൽ സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും തമ്മിൽ ഒരു ധാരണയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. 2.5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുക, അത് കഴിഞ്ഞാൽ ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാവുക. എന്നാൽ ഈ ധാരണ സിദ്ധരാമയ്യർ തെറ്റിക്കുന്നു എന്ന വാദമാണ് ഡി.കെ. ശിവകുമാർ പക്ഷം ഉയർത്തുന്നത്. ഡി.കെ. ശിവകുമാറിനെ അനുകൂലിക്കുന്ന എം.എൽ.എമാർ ഡൽഹിയിലെത്തി കോൺഗ്രസ് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിക്കഴിഞ്ഞു. 141 എം.എൽ.എമാരാണ് കർണാടകത്തിൽ കോൺഗ്രസിനുള്ളത്. അതിൽ 100 എം.എൽ.എമാർ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഡി.കെ. ശിവകുമാർ വളരെ ശക്തമായി തന്നെ പിടിക്കുകയാണ്. സിദ്ധരാമയ്യ വാക്കുപാലിക്കുന്നില്ല എന്നാണ് ഡി.കെ. ശിവകുമാറിന്റെ നിലപാട്. ഔദ്യോഗികമായി ശിവകുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് തനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന ആഗ്രഹമില്ല, സിദ്ധരാമയ്യ തന്നെ 5 വർഷം പൂർത്തിയാക്കട്ടെ എന്നാണ്. പക്ഷേ ശിവകുമാറിനെ അനുകൂലിക്കുന്ന എം.എൽ.എമാരൊക്കെ തന്നെ ഇപ്പോൾ കളത്തിലിറങ്ങി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എല്ലാവരോടും സമാധാനം പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു സമവായത്തിൽ കാര്യങ്ങൾ നീക്കാൻ സാധിക്കുമോ എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിശോധിക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കുമ്പോഴാണ് ഇപ്പോൾ മൂന്നാമന്റെ എൻട്രി. ഡി.കെ. ശിവകുമാർ PCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ അത് സംഘടനാപരമായി കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കും. കർണാടക കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഒരു വ്യക്തിപരമായ കലഹമല്ല, അതൊരു വലിയ രാഷ്ട്രീയ പരീക്ഷണമാണ്. ഇത് ശരിയായി നിയന്ത്രിക്കാത്ത പക്ഷം ഇത് പാർട്ടിക്ക് വലിയ തിരിച്ചടികളും ഭാവിയിൽ തീർച്ചയായും വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും.